ലോകത്തിനു മുന്നിൽ മധ്യസ്ഥന്റെ വേഷം കെട്ടിവന്ന് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനെന്ന വ്യാജേന എത്തിയ പാകിസ്ഥാൻ ഇറാനെ സഹായിക്കാനായി 6 പുതിയ വ്യാപാര പാതകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ കഴുത്തിന് പിടിക്കുമ്പോൾ അവർക്ക് ശ്വസിക്കാൻ വഴി തുറന്നു കൊടുക്കുന്ന പാകിസ്ഥാന്റെ ഈ നയം വൈറ്റ് ഹൌസിനെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് മാത്രമല്ല, ഭാവിയിൽ IMF-ൽ നിന്നും ഫണ്ട് പോലും കിട്ടാൻ പാകിസ്ഥാൻ ഇനി പ്രയാസമായിരിക്കും. ഹോർമോസ് കടലിടുക്കിൽ അമേരിക്ക നാവിക ഉപരോധം കടുപ്പിച്ചതോടെ ശ്വാസം മുട്ടിയ ഇറാൻ പാകിസ്ഥാൻ നൽകുന്നത് വലിയ ആശ്വാസമാണ്. 6 പുതിയ പാതകളിലൂടെ ഇറാന്റെ ചരക്കുകൾ ഇനി പാകിസ്ഥാൻ വഴി ലോകവിപണിയിലെത്തും. ഇതാണ് പാകിസ്ഥാൻ നൽകിയ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്നത്. ഇറാന്റെ തീരക്കടലിന് പുറത്ത് അമേരിക്കൻ കപ്പലുകൾ കാവൽ നിൽക്കുമ്പോൾ ഇറാന്റെ കപ്പലുകൾക്ക് പാക് തീരക്കടലിലൂടെ സുരക്ഷിതമായി അറബിക്കടലിലേക്ക് കടക്കാൻ ഇസ്ലാമാബാദ് അനുമതി നൽകിയിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ നാവികപ്പട നോക്കി നിൽക്കെ പാകിസ്ഥാന്റെ തണലിൽ ഇറാന്റെ കപ്പലുകൾ ചരക്കുമായി പറക്കും. അമേരിക്കയുടെ കണ്ണിലെ കരടായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും ഗദ്വാർ തുറമുഖവും പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പാകിസ്ഥാൻ ഇപ്പോൾ നോക്കുന്നത്. ഇറാന്റെ പക്കൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കാനും ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ചരക്കുകളിൽ നിന്ന് ടാക്സ് ഇനത്തിൽ കോടികൾ സമ്പാദിക്കാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. തങ്ങളുടെ രാജ്യം പട്ടിണിയിലായ സാഹചര്യത്തിൽ അമേരിക്കയെ പിണക്കിയും ഇറാനെ സഹായിക്കുന്നത് ഈ സാമ്പത്തിക ലാഭം കണ്ടു തന്നെയാണ്. മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാനെ വിശ്വസിച്ച ട്രംപ് ആ ഭരണകൂടത്തിന് കിട്ടിയ വലിയ തിരിച്ചടിയാണിത്. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് അമേരിക്കയുടെ സഹായങ്ങളാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇറാൻ സഹായം നൽകുന്നത് പാകിസ്ഥാൻ കളിക്കുന്ന വലിയൊരു ചൂതാട്ടമാണ്. ട്രംപ് ഈ നീക്കത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി പാകിസ്ഥാന്റെ ഭാവി. മധ്യസ്ഥന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ വീണ്ടും ഇരട്ടത്താപ്പിന്റെ പര്യായമായി മാറുകയാണ്. അതേസമയം ഇറാനെതിരെയുള്ള സാമ്പത്തിക യുദ്ധം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഉപരോധങ്ങൾ മറികടക്കാൻ ഇറാനെ സഹായിക്കുന്ന ഷാഡോ ബാങ്കിംഗ് ശൃംഖലയിലെ 35 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് ഇറാൻ സൈന്യത്തിന് നികുതി നൽകുന്നവർക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാന്റെ സാമ്പത്തിക ജീവനാഡി തകർക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആഗോള വ്യാപാരം തടസ്സപ്പെടുത്താനും ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം നൽകാനും ഇറാനെ ആരും സഹായിക്കരുതെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെനസ് പറയുന്നുണ്ട്. 2025 ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 1000-ലധികം ഇറാൻ അനുകൂല വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇറാൻ സൗകര്യമൊരുക്കുന്ന വിദേശത്തെ ഷെൽ കമ്പനികളെയാണ് ട്രഷറി വകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ ഈ ശൃംഖല വഴി നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്.